ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിച്ച 19കാരനെ കാലിൽ വെടിവെച്ച് പിടിച്ചു. ബാംഗ്ലൂർ ഹെബ്ബഗോഡയിലെ ജീവ എന്ന 19കാരനെയാണ് കാലിൽ വെടിവെച്ച് വീഴ്ത്തിയത്. ബാംഗ്ലൂർ നഗരത്തെ കുറേ നാളുകളായി ഈ ചെറുപ്പക്കാരൻ, ഈ കൊച്ചു പയ്യൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ധാരാളം പിടിച്ചുപറിയും കൊലപാതകവും ആൾക്കാരെ ഉപദ്രവിക്കുന്ന കേസുകൾ അവിടെ എടുത്തിട്ടുണ്ട്. ആളെ കിട്ടാൻ വലിയ പാടാണ്. ഇയാൾ തമിഴ് ഒറിജിനാണ് എങ്കിലും ബാംഗ്ലൂർ ജനിച്ചു വളർന്ന ആളാണ്. ബാംഗ്ലൂർ അരുപ്പാളയം എന്ന സ്ഥലത്ത് ഇയാളുണ്ട് എന്ന് മനസ്സിലാക്കി പോലീസ് അങ്ങോട്ടേക്ക് നീങ്ങി. അവിടെ ഒളിച്ചിരിക്കുന്ന സ്ഥലം പോലീസ് കണ്ടെത്തി. ഇയാളെ നാഗേഷ് എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാൾ ഇരിക്കുന്ന സ്ഥലത്ത് നുഴഞ്ഞു കയറി ചെന്നു. നാഗേഷിനെ കണ്ടു കഴിഞ്ഞ ഉടനെ ഇയാൾ കയ്യിലിരുന്ന കത്തി കൊണ്ട് അയാളെ കുത്താൻ ശ്രമിച്ചു. അയാൾ തടഞ്ഞു. എങ്കിലും അയാളെ 19 വയസ്സുള്ള നല്ല ആരോഗ്യവാനായ പയ്യനാണ്. അയാളെ കുത്ത് തടുത്തെങ്കിലും കുത്തുകൾ പലതും ശരീരത്തിൽ കൊണ്ടു. എന്നാലും ഡേഞ്ചറസ് ആയ കുത്തുകളായിരുന്നില്ല തടഞ്ഞതുകൊണ്ട്. ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ അയ്യപ്പ ഇവൻ്റെ കാലിന് വെടിവെച്ചു. അങ്ങനെയാണ് അവൻ ഓടാൻ പറ്റാതെ വീണു പോയത്. ഏതായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. മുട്ടിന് താഴെയായിരുന്നു ആ വെടി. കാലിന് നല്ല പരിക്കുണ്ട്. ഏതായാലും ഫ്രാക്ചറൊക്കെ ഉണ്ടായി. അത് പ്ലാസ്റ്ററൊക്കെ ഇട്ടു. ആശുപത്രിയിൽ നിന്ന് പോലീസ് അപ്പം തന്നെ ഡിസ്ചാർജ് ചെയ്ത് കസ്റ്റഡിയിൽ തന്നെ കൊണ്ടുപോയി. ഇനി കാരണം വളരെയധികം മർഡർ കേസിനകത്തും പിടിച്ചുപറി കേസിനകത്തും റോബറി ഡക്കോയിറ്റ് കേസിലൊക്കെ പ്രതിയാണ് ഈ 19കാരൻ. 10, 15, 16 വയസ്സിൽ തുടങ്ങിയതാണ് ജോലി. ഏതായാലും പോലീസ് വളരെ നാളുകളായി ബാംഗ്ലൂർ പോലീസ് ഇവനെ തപ്പി നടക്കുകയായിരുന്നു. ഏതായാലും വെടിവെച്ച് വീഴ്ത്തി അയാളെ കിട്ടുക ചെന്നു. ബാംഗ്ലൂർ നഗരത്തിൽ ഇതുപോലെ വിറപ്പിച്ച 90കളിൽ ഒരാളുണ്ടായിരുന്നു. അത് ജയരാജ്, മൈസൂർ പുട്ടസ്വാമിയ്യ ജയരാജ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അയാൾ ഇതുപോലെ ചെറുപ്പത്തിൽ തന്നെ ബാംഗ്ലൂർ നഗരത്തിലെ വിറപ്പിച്ച ആളായിരുന്നു. എങ്ങനെയായാലും 45 വയസ്സിൽ അയാൾ കൊല്ലപ്പെട്ടു പോയി. അതിനുശേഷം എല്ലാവരും ഓർക്കുന്ന ഈ പഴയകാല ആളെ ഓർക്കുമ്പം അതേ തരത്തിൽ വളർന്നു വന്നവനാണ് 19കാരൻ. അതിനിടയ്ക്ക് എത്രയോ മർഡർ ചെയ്തിരിക്കുന്നു. ഏതായാലും ബാംഗ്ലൂർ കുറേ നാളുകളായി ബാംഗ്ലൂർ ഇവൻ്റെ പുറകെ നടക്കുകയായിരുന്നു ബാംഗ്ലൂർ പോലീസ്. അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് ഇയാൾ ചേക്കേറി. പക്ഷേ തമിഴ്നാട്ടിൽ ചേക്കേറിയിൽ അവിടെയും കുറേ മർഡറൊക്കെ ചെയ്ത് ഇയാൾ മടങ്ങി ബാംഗ്ലൂർ തന്നെ വരും. ഹെബ്ബഗോഡി വിട്ടു പോകില്ല. ആ ഏരിയയും പരിസരത്തുണ്ടാവും. ഏതായാലും ജീവയെ ഇപ്പം പോലീസ് കസ്റ്റഡി കിട്ടി. ഏതായാലും അവരുടെ പല കേസിനകത്തും പ്രതിയായി. പല കേസും ഇവനെ കിട്ടാത്തതുകൊണ്ട് കുറ്റച്ചാർജ് കൊടുക്കാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. ഇതിനൊക്കെ പരിഹാരമായി എന്നാണ് ബാംഗ്ലൂർ പോലീസ് പറയുന്നത്.